ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ എല്ലാ TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചെന്ന് കയറിയപ്പോഴേക്കും അലീനെ എല്ലാവരെയും ചോദ്യം ചെയ്യാനൊക്കെ തുടങ്ങി. ചേട്ടന്മാർക്ക് അത്ര പിടിച്ചൊന്നുമില്ല. ആനപ്പേട്ടോ, ഇത് കുറച്ച് പണിയാവുമല്ലോ എന്ന് പറഞ്ഞ് നിൽക്കുക. അപ്പോൾ ഒന്ന് മിണ്ടാതിരിക്കട്ടെ പൗലോസേ. അപ്പോൾ ഇന്ന് നമ്മുടെ ഉറക്കം കളഞ്ഞു, നാളെ ഇനി പണിയും പോകുമെന്ന് അതിൻ്റെ ബലമായ സംശയം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഇവർ നിൽക്കാം. സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട എന്നും പറഞ്ഞ് അവർ രണ്ടുപേരും കൂടി ഇങ്ങനെ നിൽക്കുന്നു. അതെ, അതിന് എൻ്റെ ഏരിയയിലേക്കല്ല പിടിച്ചിരിക്കുന്നത്, പൗലോസിൻ്റെ അടുക്കളയിലാണ് പ്രശ്നം. അവിടെയാണ് ആ കൊച്ചു കണ്ണു വെച്ചിരിക്കുന്നത് കേട്ടോ. ആ അടുക്കളയിൽ പൗലോസ് അല്ലാതെ വേറൊരാൾ പെരുമാറണമെങ്കിൽ ഈ പൗലോസ് മരിക്കണം. അപ്പത്തേ ഈ നാക്ക് വെച്ച് ശബ്ദമൊന്നും എടുക്കണ്ട, ചിലപ്പോൾ നടക്കാൻ സാധ്യതയുണ്ട് കേട്ടോ എന്നും പറഞ്ഞു ഇങ്ങനെ നമ്മുടെ ആൻ്റപ്പൻ ചേട്ടൻ പൗലോസിനെ കളിയാക്കി വെച്ച് അങ്ങ് പോയി. അപ്പോൾ പൗലോസ് ചേട്ടൻ ആകെ ഒരു ടെൻഷൻ, ഇനി അങ്ങനെ വല്ലതും നടക്കുമോന്ന്. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന അലീന കേട്ടോ. അപ്പോൾ അലീന ഇങ്ങനെ അതെല്ലാം നടന്നു വരുമ്പോൾ എന്താ നോക്കുന്നതെന്ന് ചോദിച്ചാൽ ഡ്രൈവർ ചേട്ടൻ അങ്ങോട്ടേക്ക് വന്നു. ഞാൻ വെറുതെ ഈ പരിസരമൊക്കെ ഒന്ന് കാണുമായിരുന്നു, ആൻ്റപ്പൻ ചേട്ടൻ എല്ലായിടവും കാണിച്ചു തന്നില്ലായിരുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ ഒരാൾക്ക് ഒരു തവണ മാത്രമേ പരിസരമൊക്കെ കാണാൻ അനുവാദം കിട്ടത്തുള്ളൂ എന്ന് ചോദിച്ചപ്പം അയ്യോ അല്ല അങ്ങനല്ല, എത്ര തവണ വേണമെങ്കിലും കാണാം, ഞാൻ ചുമ്മാ ചോദിച്ചതേ ഉള്ളന്നേ, എന്തെങ്കിലും ചോദിക്കണ്ടായോ എന്ന് ചോദിച്ചാൽ ചേട്ടൻ നിൽക്കുമ്പം ബൈജു എന്നാണല്ലേ ചേട്ടൻ്റെ പേര്. അപ്പോൾ ബൈജു സെബാസ്റ്റ്യൻ പത്തനാപുരം, എന്നെ ചേട്ടാന്നൊന്നും വിളിക്കണ്ട കേട്ടോ, എനിക്കത്ര പ്രായമൊന്നും ആയിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എന്നേക്കാൾ പ്രായക്കുറവാണോ ചേട്ടന്? അതില്ല, അങ്ങനെ നോക്കുമ്പോൾ കുറച്ച് വ്യത്യാസം കാണുമെന്നാ ചേട്ടൻ. ഞാൻ അപമാനിക്കാൻ വേണ്ടി വിളിച്ചതൊന്നും അല്ല ചേട്ടാന്ന്, ബഹുമാനിക്കാൻ വേണ്ടി വിളിച്ചതാ കേട്ടോ എന്ന് അലീന കുഞ്ഞ് ഇവിടെ വരുന്നത് മുൻപ് ശരിക്കും അവിടെ ആയിരുന്നു എന്നൊക്കെ ചേട്ടൻ ചോദിച്ചു. അപ്പം അലീനാന്ന് മാത്രം വിളിച്ചാൽ മതി, കുഞ്ഞല്ലല്ലോ ഞാനെന്ന് അലീന. ഞാനും ബഹുമാനം കൊണ്ട് ശരിക്കും ഉണ്ടോ ബഹുമാനം? പിന്നെ കേണൽ സാറിൻ്റെ മകളല്ലേ, അപ്പോൾ ഉറപ്പില്ലല്ലോ, ഇപ്പോഴും സംശയം തീർന്നിട്ടില്ലല്ലോ. ഇങ്ങനെയൊക്കെ പറഞ്ഞ ഞാൻ എന്നാ പറയാനാ? ഞാൻ ചോദിച്ചതൊന്നും അല്ലല്ലോ മറുപടി പറയണത്. അല്ല, ഞാൻ പാലായിൽ നിന്നാണ് വന്നതെന്ന് അറിയാമല്ലോ. അതറിയാം, അതിനിടയ്ക്ക് ഓർഫണേജിലായിരുന്നെന്നോ മറ്റോ ഒക്കെ പറയുന്നത് കേട്ടേ. അതെ, ഞാനൊരു ഓർഫണേജിലാണ് വളർന്നത്, അവിടെയുള്ള അനാഥ കുട്ടികളിൽ ഒരാളായിട്ട്. പാലായിലായിരുന്നോ ഓർഫണേജ്? അല്ല, തിരുവനന്തപുരത്ത് അടുത്ത് കഴക്കൂട്ടം. പാലായിൽ വന്നിട്ട് 1 വർഷം പോലും ആയിട്ടില്ല. അവിടെ ആരോ ഉണ്ടായിരുന്നത് പാലായിൽ? അവിടെ ഒരു മുത്തശ്ശിയെ നോക്കാൻ ഹോം നേഴ്സായിട്ട് വന്നതാണെന്നും പിന്നെ അവിടുത്തെ വീട്ടുവേലക്കാരിയായെന്നും ആ വീട്ടിലെ കുട്ടികളുടെ ചേച്ചിയായി എന്നൊക്കെ അലീന പറയാം. അവിടുത്തെ അച്ഛൻ്റെ മോളായി. ഇപ്പതേ ഇവിടെ എത്തി. വീട്ടുവേലക്കാരിയായി നിന്നപ്പോൾ ആ വീട്ടിലെ ജോലി എന്തോ ആയിരുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ എല്ലാ ജോലികളും ചെയ്യും, കുക്ക് ചെയ്യും, പാത്രം കഴുകും, തൂത്ത് തുടയ്ക്കും, അലക്കി തേക്കും, അങ്ങനെയെല്ലാം ചെയ്യും. പക്ഷേ കണ്ട അങ്ങനെയൊന്നും തോന്നത്തില്ല കേട്ടോ. കാണുന്ന പോലെയാണോ മനുഷ്യരെല്ലാം? അല്ലല്ലോ. പുറമേ ചിരിക്കും, അകമേ വെറുക്കും. പുറമേ ഗൗരവം കാണിക്കും, അകമേ സ്നേഹിക്കും. പുറമേ അതിവിനയം കാണിക്കും, പിന്നെ അകമേ പുച്ഛിക്കും. പുറമേ സഹായത്തിന് ഓടി വരും, അകമേ നശിപ്പിക്കാനുള്ള മാർഗം ആലോചിക്കും. അങ്ങനെ എന്തെല്ലാം തരത്തിലുള്ള മനുഷ്യരാ അല്ലേ? അപ്പം അതെ അത് ശരിയാ കുഞ്ഞു അലീന പറഞ്ഞത്. അങ്ങനെ അതും പറഞ്ഞാൽ ചേട്ടൻ നിൽക്കുമ്പോൾ നമ്മുടെ അലീന അകത്തേക്ക് കയറിപ്പോയി. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേ പൗലോസ് ചേട്ടൻ അവിടെ ഇരിക്കുമ്പോഴേക്കും ആ ബൈജു അങ്ങോട്ടേക്ക് ചെന്നു. പൗലോസ് ചേട്ടാ, എന്താടാ? നമ്മൾ ഉദ്ദേശിച്ച പോലെ ഒന്നുമല്ല, ആ പെണ്ണുണ്ടല്ലോ തറയാ, കേണൽ സാറിനല്ലേ പറഞ്ഞത്, കോപ്പ. അതെ, ഇത് വേറെ കേസായിട്ടാ. കേണൽ സാറിൻ്റെ മോളെങ്ങനെയാ ഓർഫണേജിൽ വളരുന്നേ, കുറേ അനാഥ കുട്ടികൾക്കൊപ്പം വളരുന്നേ? അതങ്ങനെ നീ അറിഞ്ഞിടാവേ? അതൊക്കെ ഞാൻ പറയാം, ഒരു സിഗരറ്റ് തരാൻ പറഞ്ഞു. അങ്ങനെ സിഗരറ്റ് മേടിച്ച് വലിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഈ ചേട്ടൻ്റെ കയ്യിലിരുന്നത് തട്ടിപ്പറിച്ചങ്ങ് മേടിച്ചു. എന്നെ പോക്കൃത്തരമാണോ നീ കാണിക്കണേന്ന് ചോദിച്ചു. പൗലോസ് ചേട്ടൻ അടുത്തെടുത്ത് വലിക്കാൻ തുടങ്ങും കേട്ടോ. ഞാനേ രാവിലെ ആ പെണ്ണിൻ്റെ അടുത്ത് ചോദിച്ചു, നീ എവിടുന്നാ വരുന്നതെന്ന്. അവള് പറഞ്ഞ കുറെ ഞഞ്ഞാവിഞ്ഞൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ നോക്കി. ഞാൻ വിടുവോ? ഞാൻ ആരാ മോൻ? കുത്തി ഞാനങ്ങ് ചോദിച്ചപ്പം അവള് തത്ത പറയുന്നത് പോലെ സത്യമെല്ലാം പറഞ്ഞു. അപ്പോൾ എന്തോന്ന് അവള് പറഞ്ഞത്? അപ്പോൾ അനാഥയായിരുന്നു എന്ന്. പിന്നെ പാലായിൽ ഒരു വീട്ടിൽ വേലക്കാരിയായിട്ട് നിന്നു, അതാ ഇങ്ങോട്ട് വരാനുള്ള ഏക എക്സ്പീരിയൻസ് എന്ന്. അപ്പോൾ കേണൽ സാറിൻ്റെ മോളാണെന്ന് പറഞ്ഞതോ? അത് നാടകം. നമ്മുടെ ഈ നാട്ടുകാരുടെയും കണ്ണിൽ പൊടിയിടാൻ വേണ്ടി അവൾ നടത്തിയ ശുദ്ധ തട്ടിപ്പാണെന്ന് പറഞ്ഞപ്പോൾ ആണോടാ അവളിവിടെ കൊണ്ടുവന്നിട്ട് പാലക്കാരനല്ലേ, അയാളാ അവളെ കുറേ കാലം വെച്ചോണ്ടിരുന്നത്. നമ്മുടെ കേണൽ സാബുമായിട്ട് വേറെ ഏതാണ്ടൊരു ടൈപ്പ് ഉണ്ട് അവൾക്ക്, അതിനെ കേണൽ സാബിന് കൈമാറി. അതാണ് ഒറിജിനൽ സംഭവം. അപ്പം അതൊക്കെ കേട്ടപ്പം അയാളോട് വേലക്കാരിയായിരുന്നു അവൾ സമ്മതിച്ചോന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ ഇടയ്ക്ക് പറഞ്ഞു പൗലോസ് ചേട്ടാ, പാചകം ചെയ്യും, അടിച്ചു വരും, തുണി കഴുകും, പാത്രം കഴുകും, പ്രായം ചെന്ന അമ്മച്ചിയെ വരെ നോക്കുമെന്ന്. അതായിരുന്നു അവിടെ അവളുടെ ജോലിയെന്ന്. വേലക്കാരി എന്നല്ലേ നമ്മുടെ നാട്ടിൽ ഇതിനൊക്കെ പറയുന്നത്? പിന്നെ എന്തിനും കേണൽ സാറ് സ്വന്തം മകളാണെന്ന് പറഞ്ഞു. അപ്പോൾ സേഫ്റ്റി
അച്ഛനും മോളുമാണെന്ന് പറഞ്ഞാൽ പിന്നെ ആർക്കും ഒന്നും പറയാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ഇവരിരുന്ന് ആലോചന തുടങ്ങി. വേറെ ഏത് ബന്ധം പറഞ്ഞാലും തെളിവുണ്ടാവണം. ഇത് തെളിയിക്കണമെങ്കിലോ DNA വരെ പോവണ്ടേ? അതൊക്കെ ഒരുപാട് സമയമെടുക്കുന്ന കാര്യങ്ങളാണ്. എന്നാലും നമ്മുടെ കേണൽ സാറ് പാലാക്കാരന് ഉപദേശിച്ചു കൊടുത്ത ബുദ്ധിയായിരിക്കും. പാലായിൽ അയാളും അവളും തമ്മിൽ അച്ഛനും മോളും നാടകം കളിച്ച് എല്ലാവരെയും അങ്ങ് പറ്റിച്ചു. അത് ഭയങ്കര സക്സസ്. അത് തന്നെ ഇവിടെയും ചെയ്തോളാൻ അയാൾ പറഞ്ഞു കാണും. അങ്ങനെ ആയിരിക്കും അല്ലേ? നമ്മൾ വെറും കിഴങ്ങന്മാരാണെന്നല്ലേ അവളുടെ വിചാരം. എന്തോ പറഞ്ഞാലും നമ്മളതങ്ങ് വിശ്വസിച്ചോളുമെന്ന്. അവളെ വിറ്റ കാശ് നമ്മുടെ പോക്കറ്റിലുണ്ടെന്ന് അവർക്കറിഞ്ഞൂടല്ലോ. അപ്പം അതൊക്കെ കേട്ടപ്പം അല്ലെങ്കിൽ പൗലോസേട്ടൻ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കി. കേവണ്ണൻ സാബ് കല്യാണം കഴിക്കുന്നതിന് മുൻപ് ആഗ്രയിൽ വെച്ച് കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ച പെണ്ണ് പ്രസവിച്ച മകള്. 10-24 വർഷം മുൻപ് നടന്ന കാര്യമാണെന്നൊക്കെയാ പറയുന്നത്. അത് സത്യമാണോ അല്ലയോ എന്ന് എങ്ങനെ കണ്ടുപിടിക്കും? ആര് കണ്ടുപിടിക്കും? അത് ശരിയാണല്ലോടാ. അത്രയും പുറകിലോട്ട് പോയി നോക്കിയാലേ ഓരോ കച്ചിത്തുരുമ്പ് പോലും കിട്ടാനില്ല. ചുമ്മാ അത് കള്ളക്കഥയാന്നേ. ഇത് പൊളിക്കണ്ടേടാ ബൈജു. പൊളിച്ചാൽ പോരാ, പൊളിച്ചടുക്കണമെന്ന് ബൈജു. നമുക്കിത് കേണൽ സാബിൻ്റെ ഭാര്യ വീട്ടുകാരെ അറിയിക്കണം. പിന്നെ കേണൽ സാറിൻ്റെ സ്വന്തക്കാരെ അറിയിക്കണം. ആരെയൊക്കെ അറിയിച്ചാലും ഒരൊറ്റ എണ്ണത്തിന് ഇങ്ങോട്ട് കയറി വരാനുള്ള ധൈര്യം ഇല്ലല്ലോ. ഇവിടുത്തെ മുടിഞ്ഞ പട്ടികളെ പേടിച്ചിട്ടെന്നും പറഞ്ഞ് അദ്ദേഹം പറഞ്ഞപ്പോൾ ഞാനൊരു കാര്യം ചെയ്യാം, കുട്ടിച്ചായനെ വിളിച്ച് കാര്യം പറയാമെന്ന് പറഞ്ഞു. പുള്ളിക്കാരൻ അറിഞ്ഞാൽ പിന്നെ വേണ്ടത് എന്താണെന്ന് വെച്ചാൽ പുള്ളി അങ്ങ് ചെയ്തോളൂ എന്ന് പറഞ്ഞു. എന്നാ നീ വിളിച്ചു പറയടാ, ഇപ്പം തന്നെ പറയാൻ പറഞ്ഞു. അപ്പോൾ ദേ നമ്മുടെ സ്റ്റാൻലിയുടെ പപ്പ അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോഴാണ് ദേ അയാൾ ഈ ബൈജു ആ അപ്പച്ചനെ വിളിക്കുന്നത്. എന്നെക്കാളും പ്രായമുള്ള പലരും മീശയും പിരിച്ചുകൊണ്ട് ഇവിടെ ഇരിപ്പുണ്ട്. അവർ പോയി കഴിഞ്ഞിട്ടേ ഞാൻ പോകത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് കാണാം. അല്ല നീ എന്നാത്തിനായിപ്പോൾ എന്നെ വിളിച്ചേ എന്നും ചോദിച്ച് ഇങ്ങനെ ചോദിക്കണു. ആ സമയത്ത് ഇവിടുത്തെ കാര്യങ്ങൾ മുഴുവനും അങ്ങ് പറയുക. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അങ്ങനെയാണോ എന്ന് പറഞ്ഞ് ഫോൺ അങ്ങ് കട്ട് ചെയ്തിട്ട് എന്തൊക്കെയോ ആലോചിച്ച് അവിടെ അങ്ങനെ നിൽക്കുക കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കാൻ നമ്മുടെ കൃഷ്ണമോൾ അവിടെ ഇരുന്ന് പഠിക്കുന്നു. അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബബിതി അങ്ങോട്ടേക്ക് വന്നു. അമ്മ എന്ത് ചേച്ചിന്ന് ചോദിച്ചു. അകത്തിരിപ്പുണ്ട്, എന്തൊക്കെയോ കണക്കും കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. ഒന്നും വേണ്ടാന്ന് പറഞ്ഞൊന്നും പറഞ്ഞു. അല്ല പിന്നെ അമ്മയോട് ഒത്തിരി തിരിച്ചു പറയാനൊന്നും പോവണ്ട കേട്ടോ, എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി നോക്കിയിരിക്കുക, അമ്മ പ്രശ്നം ഉണ്ടാക്കാനെന്ന് കൃഷ്ണ. അത് ബബിതേച്ച് ഓർക്കണം കേട്ടോ, ഞാനായിട്ട് ഒരു പ്രശ്നത്തിനും പോണില്ല. പിന്നെ ഇങ്ങോട്ട് ചൊറിഞ്ഞുകൊണ്ട് വന്നാലേ മിണ്ടാതിരിക്കാൻ എന്നെ കൊണ്ട് പറ്റത്തുമില്ല എന്ന് ബബിത പറയാം. അപ്പോൾ സീനിയർ വൈജയന്തിയോട് ഫൈറ്റ് ചെയ്യാനാണോ ജൂനിയർ വൈജയന്തിയുടെ തീരുമാനം? അന്നേരം ദേ കൃഷ്ണനെ നേരെ വായിന്ന് കേൾക്കും കേട്ടോ എന്നും പറഞ്ഞു ബബിത ഇങ്ങനെ കൃഷ്ണയോട് വഴക്ക് പറഞ്ഞു. അയ്യോ ഞാൻ ഒന്നിനും ഇല്ലേ എന്നും പറഞ്ഞുകൊണ്ട് ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുക. അപ്പോൾ അച്ഛൻ എന്തായിരിക്കും ഇതുവരെ വരാത്തത്? പെട്ടെന്ന് ഇങ്ങോട്ട് വന്നിട്ട് എന്തിനാ കുറച്ചുകൂടി ലേറ്റായിട്ട് വരുന്നതായിരിക്കും നല്ലത്. അത്ര നേരം കൂടി സമാധാനമായിട്ട് ഇവിടെ ഇരിക്കാൻ പറ്റുമല്ലോ എന്ന് നമ്മുടെ കൃഷ്ണ പറഞ്ഞു തീർന്നില്ല. ദേ വരുന്നു നമ്മുടെ ബാലൻ വീട്ടിലേക്ക് വന്നു. മക്കൾ രണ്ടുപേരും ഇങ്ങനെ ഇവിടെ ഉണ്ട്. അപ്പം മക്കളെ കണ്ടപ്പോഴത്തേക്കും ഒരു ചിരിയൊക്കെ ചിരിച്ച് നമ്മുടെ ബാലൻ ഇങ്ങനെ ഇറങ്ങി വരിക. അപ്പം അച്ഛനെ കണ്ടപ്പോൾ മക്കൾക്കും സന്തോഷമായി. രണ്ടുപേരും കൂടെ അങ്ങോട്ടേക്ക് ചെന്നു. അച്ഛനെന്താ ഇത്ര വൈകിയെന്ന് ചോദിച്ചു. എല്ലാ പണികളും തീർത്ത് സമാധാനമായിട്ടാണ് ഞാനിങ്ങ് പോകുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അലീന ചേച്ചി വിളിച്ചായിരുന്നോ? അപ്പോൾ ഇങ്ങനെ നോക്കുക ബാലൻ. അലീന ചേച്ചിക്ക് സങ്കടമായിരുന്നോ അവിടെ വിട്ടിട്ട് പോന്നപ്പം? നല്ല സ്ഥലമാണോ അച്ഛാ? ഇങ്ങനെ 100 ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിക്കാട്ടോ. അവിടെ എന്ത് ജോലിക്കാണ് പോയേ? അവിടെ ഓൾറെഡി പണിക്കാരൊക്കെ ഉണ്ട്, എന്ത് ജോലി ചെയ്യേണ്ടെന്ന് അറിയത്തില്ലെന്ന് ചേച്ചി പറഞ്ഞായിരുന്നു. അവിടെ സേഫ് ആയിരിക്കോ? ഇങ്ങനെ 100 ചോദ്യങ്ങൾ. അച്ഛനെ സങ്കടമായോ ചേച്ചി അവിടെ വിട്ടിട്ട് വന്നപ്പം? ബാലനൊന്നും മിണ്ടുന്നില്ല. ഇതെല്ലാം കേട്ട് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ ഇതെന്താ അച്ഛൻ ഒന്നും മിണ്ടാത്തേന്ന് ചോദിച്ചു ബബിത. അന്നേരം ഇനി എനിക്ക് മറുപടി പറയാൻ കുറച്ച് സമയം വല്ലതും കിട്ടുമോ? ഇനി എന്തേലും ചോദ്യങ്ങളും കൂടി ഉണ്ടെങ്കിൽ അതും കൂടെ അതിൻ്റെ കൂട്ടത്തിൽ ആഡ് ചെയ്തു. ഇല്ല ഇത്ര ഉള്ളൂ, ഇനി അച്ഛൻ പറഞ്ഞോളാൻ പറഞ്ഞു. ആ സമയത്ത് ശരി പറയാം, അവൾക്കവിടെ കുഴപ്പമൊന്നുമില്ല, സേഫായി തന്നെ ഇരിക്കുന്നു. പിന്നെ നിങ്ങളെന്തായാലും അവളെ വിളിച്ചിട്ടുണ്ടാവുമല്ലോ, അവളോട് വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടാവുമല്ലോ ഇല്ലേ? പിന്നെ അവൾക്ക് സങ്കടമായിരുന്നോ എന്ന് ചോദിച്ചാൽ ഞാൻ എന്നതാടി മക്കളെ അതിനകത്തൊന്ന് പറയണ്ടേ? ഇവിടുന്ന് തന്നെ പോകാൻ മനസ്സിലാത്ത അവളെ ഒരു പരിചയമില്ലാത്ത സ്ഥലത്ത് ഒറ്റയ്ക്ക് വിട്ടിട്ട് പോകുന്നതല്ലേ എന്ന് ബാലൻ ചോദിക്കുക. പിന്നെ അവൾക്ക് നല്ല വിഷമം ഉണ്ടായിരുന്നു, ഭയങ്കര സങ്കടത്തിലുമായിരുന്നു. എനിക്കും അങ്ങനെയൊക്കെ തന്നെയായിരുന്നെന്ന് ബാലൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഇവർക്ക് സങ്കടമായി, കൃഷ്ണയ്ക്കും ബബിതയ്ക്കും. പിന്നെ അവൾ പോയ സ്ഥലം സേഫാണെന്ന് ചോദിച്ചാൽ നിലവിൽ അവൾ ഇതിലും സേഫായിട്ട് നിൽക്കാൻ മറ്റൊരു സ്ഥലം നമ്മുടെ വീട് മാത്രമേ ഉള്ളൂ എന്ന് ബാലേട്ടൻ പറയാം. ചെന്നതല്ലേ ഉള്ളൂ,
അതിൻ്റെ ഒരു ബുദ്ധിമുട്ടൊക്കെ ആദ്യം കാണും. പിന്നെ പതിയെ അതൊക്കെ ആയിട്ട് ഇണങ്ങി വരുമ്പോൾ ചിലപ്പോൾ നമ്മളെയൊക്കെ മറന്നു പോയെന്നും വരാമെന്നും ഇങ്ങനെ പറഞ്ഞു. ചുമ്മാ അങ്ങ് പറഞ്ഞോളുവാ, അങ്ങനെ ഒന്നും മറക്കത്തില്ല എന്നും പിന്നെ എന്നും പറഞ്ഞുകൊണ്ട് ബബിത ഇങ്ങനെ അന്നേരം നിൽക്കുക കേട്ടോ. അപ്പോൾ എന്നാ മറക്കത്തില്ലായിരിക്കും അല്ലേ എന്ന് ബാലേട്ടൻ ചോദിച്ചപ്പോൾ ഇല്ല മറക്കത്തില്ല. ഓക്കെ ആയിക്കോട്ടെ. എന്നിട്ടിങ്ങനെ അകത്തേക്ക് നോക്കി, നിങ്ങളുടെ അമ്മ വന്നു എന്ന് കേട്ടല്ലോ, എങ്ങനെ ഉണ്ട്, എന്തെങ്കിലും മാറ്റം ഉണ്ടോ? മാറ്റം ഉണ്ടോയെന്ന് ചോദിച്ചാ അമ്മ തന്നെയായിട്ടിരിക്കുന്നു. ഇപ്പം കൊള്ളാം. അപ്പം കൈതക്കൽ മാളിക വീട്ടിൽ കുഞ്ഞിരാമ മേനോൻ്റെ മകൾ വൈജയന്തി തന്നെയാണ് തിരിച്ചു വന്നിരിക്കുന്നതല്ലേ? അവർ ചിരിക്കാം. അച്ഛൻ വല്ലതും കഴിച്ചായിരുന്നോ എന്ന് ചോദിച്ചു ബബിത നേരം. ഞാൻ കഴിച്ചിട്ടാ പോകുന്നത്, ഇവിടെ വന്നാൽ പിന്നെ സമയം കിട്ടത്തില്ല എന്ന് എനിക്ക് തോന്നി. പിന്നെ അമ്മ വന്ന് വായ പൊത്തി പിടിക്കുമായിരിക്കും. വാ മാത്രമല്ല മൂക്കും കൂടെ പൊത്തി പിടിക്കുവള്. അതാണ് വൈജയന്തി മേഡത്തിൻ്റെ ഒരു പ്രത്യേകത, അതറിയാവോ എന്ന് ചോദിച്ചു. ഞാനേ അച്ഛനൊരു ചായ എടുക്കാവെന്നും പറഞ്ഞ് നമ്മുടെ കൃഷ്ണ പോകുമ്പോൾ ചായ വരട്ടെ, അപ്പോഴേക്കും ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാമെന്ന് പറഞ്ഞ് നമ്മുടെ ബാലേട്ടൻ പോകാൻ നോക്കും. അമ്മ അകത്തിരിപ്പുണ്ട് കേട്ടോ അച്ഛാ. അതിലിപ്പോൾ എന്നാ കുഴപ്പം? അല്ലെങ്കിലും കാണണമല്ലോ, എന്തൊക്കെ കാര്യങ്ങൾ ചോദിക്കാനും പറയാനും കാണും നിങ്ങളുടെ അമ്മയ്ക്ക്. അതിന് വെച്ച് താമസിപ്പിക്കണ്ട എന്നും പറഞ്ഞ് നമ്മുടെ ബാലനകത്തേക്ക് കയറി ചെല്ലുന്നു. അതേ വരുന്നു മുതൽ. ബാലേന്ദ്രൻ ഇന്നലെ എവിടെയായിരുന്നു എന്നും ചോദിച്ചു. മിണ്ടാതെ കയറാൻ പോകാൻ നോക്കാം. ഇന്നലെ അവളെയും കൊണ്ട് ഇവിടെ നിന്ന് പോയതാണല്ലോ. കുളത്തൂർ പുഴ എന്ന സ്ഥലം അന്റാർട്ടിക്കയിലൊന്നും അല്ലെന്ന് എനിക്കറിയാം. അന്റാർട്ടിക്ക വരെ പോകണ്ട, അന്റാർട്ടിക്കയുടെയും കൊല്ലപ്പള്ളിയുടെയും ഇടയ്ക്കാണ് ഈ കുളത്തൂർ പുഴ എന്ന് ബാലേട്ടൻ നേരം പറഞ്ഞു. അവളെ എപ്പോഴാ പുതിയ മുതലാളിയുടെ വീട്ടിൽ കൊണ്ടുപോയി വിട്ടത്? ഇന്നാണോ അതോ ഇന്നലെയാണോ എന്ന് ചോദിച്ചപ്പോൾ ബാലനങ്ങ് ഇറങ്ങി ചെന്നു. അത് അറിഞ്ഞിട്ട് നിനക്കെന്നാ കാര്യം? അല്ല നീ ആരാണാവോ ഇതൊക്കെ ചോദിക്കാൻ? കുറെ ദിവസം മുന്നേ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോയതല്ലായിരുന്നോ? നിന്നോട് ഞാൻ ചോദിച്ചോ എവിടെയായിരുന്നു? അപ്പൊ ചോദിക്കണമായിരുന്നു. എല്ലാ ആണുങ്ങളും അങ്ങനെയാ, ഭാര്യമാരെ കണ്ടില്ലെങ്കിൽ ചോദിക്കും. ഓ, ചോദിക്കാൻ വേണ്ടി ഞാൻ നിന്റെ പിറകെ നടക്കണോ? നീ അവിടെ പോയിരിക്കുകയാണെന്ന് എനിക്കെങ്ങനെ അറിയാവുന്ന ചോദിച്ചു ബാലേട്ടൻ. നീ എന്തെങ്കിലും ഒരു ദിവസം തിരിച്ചു വരുമ്പോൾ ചോദിച്ചാൽ മതിയോ നീ എവിടെയായിരുന്നു, നീ ആരുടെ കൂടെയായിരുന്നു? ഞാൻ ആരുടെ കൂടെയായിരുന്നു എന്നുള്ളത് ബാലേട്ടൻ അറിയത്തില്ല. അപ്പൊ എനിക്കറിയത്തില്ല, അത് അന്വേഷിച്ച് നടക്കലല്ലേ എൻ്റെ ജോലി, എനിക്ക് അറിയാൻ വേണ്ടാന്ന് പറഞ്ഞു. ഞാൻ എവിടെയായിരുന്നു എന്ന് എനിക്ക് പറഞ്ഞേ പറ്റൂ. അതുപോലെ എൻ്റെ ഭർത്താവ് എവിടെയായിരുന്നു എന്ന് എനിക്ക് അറിയണമെന്ന് പറയുമ്പം എനിക്ക് പറയാൻ മനസ്സില്ലെങ്കിലോ? മക്കൾ രണ്ടുപേരും അന്തം വിട്ട് നോക്കി നിൽക്കാം. ഇപ്പം മനസ്സിലായി, പറയാൻ പറ്റാത്ത സ്ഥലത്തായിരുന്നോ, അതുകൊണ്ടാ പറയാൻ മടി. അത് കേട്ടപ്പം പറയാൻ പറ്റാത്തത് പലതും മനസ്സിൽ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത് ഞാനല്ല, പിന്നെ ഞാനാണോ? അത് അവനവനോട് തന്നെ അവനവൻ ചോദിച്ചു നോക്കാൻ പറയും. അതെന്നാ ബാലചന്ദ്ര അങ്ങനെ ഒരു വർത്തമാനം? ഞാൻ വല്ലതും ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടോ? അപ്പം അതാ പറഞ്ഞത്, അവനവൻ്റെ മനസാക്ഷിയോട് ചോദിക്കാൻ, എന്നോടല്ല അത് ചോദിക്കേണ്ടതെന്ന്. ബാലചന്ദ്രൻ ഏതാണ്ട് മനസ്സിൽ വെച്ചോണ്ടാണല്ലോ പറയുന്നത്. അമ്മയ്ക്ക് നാക്ക് ചൊറിയുന്നുണ്ടോ എന്ന് ചോദിച്ചു കൃഷ്ണ. ഒരു ചോദ്യം ചെയ്യലിട്ട് ഇറങ്ങിയിരിക്കുന്നു. കുറേ നാൾ മുൻപ് പാതിരാത്രി കാറും എടുത്തുകൊണ്ട് പാഞ്ഞു. അതിന് നല്ല പണി കിട്ടി ഹോസ്പിറ്റലിൽ കിടന്നു 2 മാസക്കാലം. അതുകൊണ്ടണങ്ങിയോ? അതുമില്ല. പിന്നെ എടുത്തു വെച്ച് ഓടി. ഇപ്പൊ തിരിച്ചു വന്നേക്കുവാ. അമ്മയ്ക്ക് ചോദിക്കാൻ എന്താ അവകാശമുള്ളതെന്ന് കൃഷ്ണ ചോദിച്ചു. ഭർത്താവിനെ മക്കളെ വീടും എല്ലാം ഇട്ടേച്ച് പോയതല്ലായിരുന്നു? ആരെങ്കിലും ക്ഷണിച്ചായിരുന്നു ഇങ്ങോട്ട് വരാനെന്നും കൃഷ്ണ ചോദിക്കാട്ടോ. അച്ഛൻ്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ആ ഗേറ്റിന് ഇപ്പുറത്തേക്ക് കടത്തില്ലായിരുന്നു എന്നൊക്കെ കൃഷ്ണ. നീ ആരാടി എന്നെ ക്വസ്റ്റ്യൻ ചെയ്യാൻ? എൻ്റെ വയറ്റിൽ നിന്ന് പോകുന്നവളല്ലേടി നീ എന്ന് സംസാരിക്കാറായതെന്നൊക്കെ വൈദ്യ ചോദിക്കുക കൃഷ്ണയോട്. അമ്മ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയപ്പോൾ ഞങ്ങളും പോയി പല സ്ഥലത്തും. ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ തിരിച്ചു വന്നത്. ആരും ഞങ്ങളോട് ചോദിച്ചില്ലല്ലോ. എന്നിട്ട് ഇന്നലെ അച്ഛൻ പോയപ്പോൾ മാത്രം ചോദ്യം ചെയ്യല്. തീരെ വിലയില്ല അമ്മയുടെ ശബ്ദത്തിന് ഇവിടെ ഇപ്പോൾ. ഉള്ളതും കൂടി ഇല്ലാണ്ടാക്കല്ലേ അമ്മയെന്ന് കൃഷ്ണ വൈദ്യയോട് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോയി. വൈദ്യ ഞെട്ടിപ്പോയി. കൃഷ്ണ പറയുന്നത് കേട്ടപ്പോഴേ വലിയ ഷോ കാണിക്കാൻ പോയതാ. പണി പാലും കൊടുത്തേച്ച് കൊച്ചങ്ങ് പോയി. ബാലൻ മുകളിലോട്ടും കയറിപ്പോയി. ബബിത അന്നേരം നേരെ മുന്നിൽ വന്നിട്ട് വല്ല കാര്യമുണ്ടോ എന്ന് ചോദിച്ചിട്ട് അകത്തേക്ക് കയറിപ്പോയി. എടി എന്നും പറഞ്ഞുകൊണ്ട് വൈദ്യ നിൽക്കാം. ഒത്തുങ്ങാൻ തീരെ താല്പര്യമില്ല ചേച്ചിക്ക്. ഇത്ര കിട്ടിയാലും ഒരു നാണവും ഇല്ല, പഠിക്കുകയില്ല. അങ്ങനെ ചേട്ടത്തി ഇങ്ങനെ ഭയങ്കര ടെൻഷനിൽ നിൽക്കുക. എന്തെങ്കിലുമൊക്കെ ഇവർ അറിഞ്ഞിട്ട് കാണുമോ എന്നൊക്കെയുള്ളൊരു പേടി. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കാൻ നമ്മുടെ അലീനെ ഫോണെടുത്ത് രേവതിക്കുട്ടിയെ വിളിക്കാം. അപ്പോൾ ഫോൺ എടുത്ത് വിളിച്ചപ്പോഴത്തേക്കും എന്നോട് മിണ്ടണ്ട, എന്നാലും എന്നോട് പറയാതെ പോയില്ലേ എന്ന് ചോദിച്ചു പരാതി. അപ്പോൾ ഇന്നലെയൊക്കെ ഭയങ്കര ടെൻഷനിലായിരുന്നു മോളെ, നിനക്കതൊന്നും പറഞ്ഞാൽ മനസ്സിലാവത്ത് പോലും ഇല്ല എന്ന് അലീന പറയാം. ടെൻഷനായിരുന്നു എന്ന് പറഞ്ഞാൽ വിളിക്കായിരുന്നല്ലോ. അപ്പം ഞാനൊരു വീട്ടിൽ നിന്ന് വേറൊരു വീട്ടിലേക്ക് മാറിയെന്നേ ഉള്ളൂ, അല്ലാതെ നമുക്കിടയിൽ ഒരു മാറ്റവും വന്നിട്ടില്ല എന്നും അലീന പറയാം. എന്നാൽ ഞാൻ ചേച്ചിയോട് പറയാതെ ഈ വീട്ടിൽ നിന്ന് വേറൊരു വീട്ടിലോട്ട് പോട്ടെ, അന്നേരം അട്ടി മേടിക്കും, പറഞ്ഞേക്കാം. രോഹിത് ഇന്നലെ നിന്നെ വിളിച്ചില്ലേടി? വിളിച്ചായിരുന്നു കൊരങ്ങൻ. എപ്പോഴാ വിളിച്ചതെന്ന് അറിയാം? ഉച്ച കഴിഞ്ഞ്.
അതെ, അവനും വല്ലാത്ത വിഷമത്തിലായിരുന്നടി. എന്നാലും നിന്നെ വിളിച്ചില്ലേ? ഞാൻ അവനോട് പറഞ്ഞിട്ടാ പോകുന്നത് നിന്നെ വിളിച്ച് വിവരമൊക്കെ പറയണേന്ന്. അപ്പോൾ ഒരു വിവരം എന്നോട് പറഞ്ഞില്ല. അലീന ചേച്ചി പോയി, അവിടെ എല്ലാവർക്കും സങ്കടമാണെന്ന് മാത്രം പറഞ്ഞു. അതല്ലാതെ പിന്നെ അവൻ എന്നാ പറയാനാ? അവൻ അതിനൊന്നും അറിയത്തില്ലല്ലോടി മോനെ. പിന്നെ ഇള്ളക്കുട്ടിയല്ലേ ഒന്നും അറിയാതിരിക്കാൻ. ഞാൻ നിന്നെ വിളിച്ചാലും അത്രയ്ക്കൊക്കെ പറയാനുണ്ടായിരുന്നുള്ളൂ. പിന്നിപ്പോൾ എന്താ മോളെ, ഞാൻ പാലായിൽ നിന്ന് കുളത്തൂർപ്പുഴ എന്ന സ്ഥലത്തേക്ക് പോവുകയാണ് കേട്ടോ. അത്ര മാത്രമേ എനിക്ക് പറയാൻ പറ്റുണ്ടായിരുന്നുള്ളൂ. അതിൽ കൂടുതലൊന്നും എനിക്കും അറിയത്തില്ലായിരുന്നു എന്ന് പറയാം. പിന്നെ ഞാൻ പറയുന്നത് പോലെ തന്നെയാണ് അവൻ പറഞ്ഞാലും. ഓ, അലീന ചേച്ചിയുടെ റെപ്രസെൻറ്റേറ്റീവ് ആയിരിക്കും. ആ, എൻ്റെ കുഞ്ഞനിയനല്ലേടി അവൻ. ഞങ്ങളൊന്നല്ലേ, അതുകൊണ്ടല്ലേ നിന്നോട് പറയാനുള്ള ഉത്തരവാദിത്തം ഞാൻ അവനെ ഏൽപ്പിച്ചത്. അങ്ങോട്ട് പോകുമ്പോൾ ഇതിലെ കൂടെ വരാൻ ചേച്ചി പ്ലാൻ ഇട്ടിരുന്നോ എന്ന് ചോദിച്ചു. അവൻ അതും പറഞ്ഞോ? ഞാൻ അച്ഛൻ്റെ അടുത്ത് അങ്ങനെ ഒരു ഐഡിയ ഒക്കെ പറഞ്ഞായിരുന്നു. പക്ഷെ അച്ഛൻ പറഞ്ഞു അതൊക്കെ ഒരുപാട് ചുറ്റുവളച്ചിലാണെന്ന്. കുറച്ച് വളച്ചാൽ എന്നാ, സ്റ്റിയറിംഗെ പിടിച്ചല്ലേ വളയ്ക്കുന്നേ, നമ്മൾ വളയൊന്നും വേണ്ടല്ലോ. പൊടി പൊടി ദേ കളിക്കരുത് കേട്ടോ എന്നും പറഞ്ഞിങ്ങനെ അലീനപ്പോൾ. എന്നാ പറ, ഈ കുളത്തൂർ പുഴ എന്ന സംഗതി പുഴയാണോ, മലയാണോ, കാടാണോ, മാങ്ങയാണോ, തേങ്ങയാണോ, മത്തങ്ങയാണോ ഒന്നും എനിക്ക് അറിയത്തില്ലല്ലോ, പറ കേൾക്കട്ടെ എന്നും പറഞ്ഞ് ഭയങ്കര ധൃതി. കുളത്തൂർ പുഴയല്ല, കുളത്തൂർ പുഴ. ആ, സമ്മതിച്ചു. അവിടെ ചെന്നല്ലോ അല്ലേ? അതല്ലേ ഞാൻ നിന്നോട് പറയാൻ പോന്നേ. ചേച്ചി ഇപ്പോൾ ആ വീട്ടിലാണോ ഉള്ളത്? ആ അതെടി, ഞാനിപ്പോൾ അവിടുന്ന് നിന്നെ വിളിക്കുന്നതെന്ന് പറഞ്ഞു. വലിയ വീടാണോ ചേച്ചി? എസ്റ്റേറ്റ് ബംഗ്ലാവാ. ഇനി അവിടുത്തെ ജോലി മുഴുവനും ചേച്ചി ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ, എൻ്റെ പൊന്നു മോളെ നീ എന്നെ പറയാനൊന്ന് സമ്മതിക്കേ. അപ്പോൾ ചേച്ചി പറഞ്ഞോ, എല്ലാം പറയണേ, അവിടെ ആരൊക്കെയുണ്ട്, എന്തൊക്കെയുണ്ട്, എല്ലാം ഒന്ന് വിട്ടുകളാതെ പറയണേ. ഞങ്ങളിങ്ങോട്ട് വരുന്ന വഴിക്കാ അച്ഛൻ എന്നോടെല്ലാം പറഞ്ഞത്. നമ്മൾ പോകുന്നത് റിട്ടയർഡ് കേണൽ സ്റ്റാൻലി ജോസഫ് എന്നുള്ള ഒരാളിൻ്റെ വീട്ടിലേക്കാണെന്നുള്ള കാര്യം. അത് കേട്ടപ്പം, മിലിറ്ററി ആണോ? മാമച്ചരങ്ങളും മിലിറ്ററി ആയിരുന്നല്ലോ. അപ്പം ഈ സ്റ്റാൻലി ജോസഫ് ആരാണെന്ന് അറിഞ്ഞാലേ നീ ഞെട്ടും കേട്ടോ. പിന്നെ ഞൊട്ടും. ഒന്ന് പോ ചേച്ചി അവിടുന്ന്. എക്സ് മിലിറ്ററി അല്ലേ, ബോംബ് ബീരങ്കിയൊന്നും കയ്യിലില്ലല്ലോ ഞെട്ടിക്കാൻ. അതൊന്നും ഇല്ലെങ്കിലും നീ ഞെട്ടും. ഈ സ്റ്റാൻലി ജോസഫ് ആരാണെന്ന് അറിയോ നിനക്ക്? സാക്ഷാൽ വൈജയന്തിയെ ആഗ്രയിൽ വെച്ച് സ്നേഹിച്ച ആള്. അത് കേട്ടപ്പം രേവതിക്കുട്ടി നടുങ്ങി. അയ്യോ, ആണോ? നേരാണോ ചേച്ചി? ചേച്ചി എന്ന് വെച്ചാ അങ്ങനെ നോക്കുമ്പോൾ ചേച്ചിയുടെ എൻ്റെ സ്വന്തം പപ്പ. എൻ്റെ ഈശ്വര, എനിക്ക് വയ്യ. ഞാനിത് എന്നത് കേൾക്കുന്നേ. ഇത് സത്യമാണോ ചേച്ചി? വെറുതെ എന്നെ കളിപ്പിക്കാൻ വേണ്ടി പറയുന്നതാണോ? അല്ലടി മോളെ, സത്യം ഞാൻ പറയണേ. സ്റ്റാൻലി ജോസഫിൻ്റെയും വൈജയന്തിയുടെയും മകളാണ് ഞാനെന്ന് അലീന ഇങ്ങനെ രേവതിക്കുട്ടിയോട് പറഞ്ഞു. അതിനുശേഷം പിന്നെ ഇതൊക്കെ എങ്ങനെ കണ്ടെത്തിയെന്ന് രേവതിക്കുട്ടി ചോദിക്കുമ്പോൾ അച്ഛൻ ഒരുപാട് കഷ്ടപ്പെട്ട് കണ്ടെത്തിയതാ. അതിനുശേഷം എന്നെ കൊണ്ടുവന്ന് എൻ്റെ പപ്പയുടെ കൈകളിൽ ഏൽപ്പിച്ചിട്ട് പോയെന്ന് പറഞ്ഞത് കേട്ടപ്പോൾ എൻ്റെ ദൈവമേ, എൻ്റെ സത്യമായിരിക്കണേ ഈശ്വര. എന്നിട്ട് ബാക്കിയും കൂടെ പറയേച്ചി, ആ പപ്പ സ്വന്തം മോളെ ആദ്യമായിട്ടല്ലേ കണ്ടത്? ചേച്ചിയും ആദ്യമായിട്ട് കാണുമല്ലായിരുന്നോ? അപ്പോൾ നിങ്ങൾ തമ്മിൽ കണ്ടപ്പോൾ എങ്ങനെയായിരുന്നു ചേച്ചി? മോളേന്ന് വിളിച്ച് അടുത്തോട്ട് വന്ന് കെട്ടിപ്പിടിച്ചോ? സന്തോഷം കൊണ്ട് ചേച്ചി കരഞ്ഞു പോയോ? പറ ചേച്ചി, എല്ലാം പറ, പെട്ടെന്ന് പറഞ്ഞേ, എനിക്ക് ശ്വാസം മുട്ടുന്നു ചേച്ചി എന്നും പറഞ്ഞിട്ട് നമ്മുടെ രേവതിക്കുട്ടി ഇങ്ങനെ അലീനയെ കൊണ്ട് എല്ലാം പറയിപ്പിക്കാൻ നോക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണോട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണെങ്കിൽ ടാറ്റാ.